എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സോംനിയയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോംനാബിലിസം എന്നത് എന്താണെന്ന് പലർക്കും അറിയായിരിക്കും, അല്ലേ? അതെ, ഉറക്കത്തിൽ അറിയാതെ എഴുന്നേറ്റ് നടക്കുന്നതിനെയാണ് സോമനാബിലിസം എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ അറിയാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോവുക, ഇതാണ് സെക്സോംനിയ. ഇത് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ വളരെ ശതമാനം കുറഞ്ഞ സ്ത്രീകൾക്കും പുരുഷനും ഇത് സംഭവിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയേക്കാൾ ഉപരി ബ്രിട്ടനിലും മറ്റ് രാജ്യങ്ങളിലുമാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. അതെ, ഉറക്കത്തിൽ തന്നെ ഉത്തേജനം സംഭവിക്കുകയും പങ്കാളിയെ അതിനായി സമീപിക്കുകയും നല്ലൊരു അടിപൊളി ലൈംഗിക ബന്ധം സംഭവിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് അത് ഓർമ്മയില്ലാത്ത അവസ്ഥ. എന്നാൽ ഇത് പങ്കാളിക്ക് ഏറെ വിഷമം സംഭവിക്കുന്ന കാര്യമാണ് എങ്കിലും ഇതിനെക്കുറിച്ച് ഒരു ഓർമ്മയും ഉണ്ടാകുന്നില്ല. ഇത് കൂടുതലും സ്ത്രീകൾക്കാണ് സെക്സോംനിയ പിടിപെടാറുള്ളത്. എന്നാൽ ചില കേസുകളിൽ പുരുഷന്മാർക്കും ഇത് സംഭവിക്കാറുണ്ട്. കാരണം തൻ്റേതല്ലാത്ത കാരണത്താൽ തൻ്റെ ഭാര്യ ഗർഭിണിയായെന്നും പറഞ്ഞ് ഒരു ഡോക്ടറെ ഒരു ഭർത്താവ് സമീപിക്കുകയുണ്ടായി. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇദ്ദേഹത്തിന് സെക്സോംനിയ എന്ന അസുഖം പിടിപെട്ടതായി തെളിഞ്ഞു. അതെ, ഇദ്ദേഹം തന്നെയാണ് ഭാര്യയ്ക്ക് ഗർഭമുണ്ടായതിൻ്റെ കാരണം. പക്ഷേ അദ്ദേഹം അത് അറിഞ്ഞിരുന്നില്ല. അതെ, ഉറക്കത്തിൽ സംഭവിച്ചു പോയതാണെന്ന് പിന്നീട് മനസ്സിലായി. അതെ, ഇത് ചില കേസുകളിൽ സ്ത്രീകൾക്കും വളരെ ശതമാനം കുറഞ്ഞ പുരുഷന്മാരിലും ഇത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നത് ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചില കാരണങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അഥവാ അമിതമായ പങ്കാളിയോടുള്ള ലൈംഗിക അവജ്ഞത, ലൈംഗിക ബന്ധത്തിലുള്ള അസംതൃപ്തി, അതുപോലെ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗത്തിൻ്റെ അമിതമായുള്ള അളവ്, ഇവയെല്ലാം ഇത്തരം സെക്സോമിനിയയിലേക്ക് തള്ളിവിടാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു പരിധിവരെ സെക്സോമിനിയ പിടിപെടാനുള്ള സാധ്യത എന്ന് പറയുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ ഇവ കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ പരിഹരിക്കാവുന്നതാണ്. എന്നാൽ വൈകുന്തോറും ഇത് അപകടകരമാം വിധം ഉയർന്നേക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.